പാശ്ചാത്യ രാജ്യങ്ങളെ റഷ്യ കുറെ നാളായി ഓങ്ങിയിട്ടിരിക്കുകയാണ്. ഉക്രൈനെ സഹായിക്കുന്ന പാശ്ചാത്യ രാജ്യങ്ങളോട് തീർത്താൽ തീരാത്ത കലിപ്പ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിനുണ്ട്. ഇപ്പോൾ ഇത് അടി തുടങ്ങാൻ റഷ്യക്ക് കൃത്യമായിട്ടുള്ള ഒരു അവസരം UK ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. ഉപരോധങ്ങളുടെ പേര് പറഞ്ഞ് ഇംഗ്ലീഷ് ചാനലിൽ വെച്ച് ഒരു റഷ്യൻ എണ്ണക്കപ്പൽ ബ്രിട്ടീഷ് സൈന്യം ബലമായി പിടിച്ചെടുത്തിരിക്കുന്നു. സ്വന്തം രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ ലോകത്തെ മുഴുവൻ വലിയൊരു ഊർജ്ജ പ്രതിസന്ധിയിലേക്കും യുദ്ധത്തിലേക്കും വലിച്ചൊഴിക്കുന്ന പാശ്ചാത്യരുടെ അപകടകരമായിട്ടുള്ള മറ്റൊരു കളിയാണിത്. പശ്ചിമേഷ്യൻ യുദ്ധത്തിന് പിന്നാലെ മറ്റൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടുമോ എന്നുള്ളതാണ് ഇപ്പോൾ ലോകം ആശങ്കയോടെ ഉറ്റുനോക്കുന്നത്. ഞായറാഴ്ച പുലർച്ചെ 6 മണിക്കൂർ നീണ്ട ഒരു സൈനിക ഓപ്പറേഷനിലൂടെയാണ് ഇംഗ്ലീഷ് ചാനലിൽ വെച്ച് സ്മിർട്ടോസ് എന്ന റഷ്യൻ കപ്പൽ ബ്രിട്ടൻ പിടിച്ചെടുത്തത്. റോയൽ മറൈൻ കമാൻഡോകളും നാഷണൽ ക്രൈം ഏജൻസി ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഈ സൈനിക നീക്കം നടത്തിയത്. റോയൽ എയർഫോഴ്സിന്റെയും നാവികസേനാ കപ്പലുകളുടെയും അകമ്പടിയും ഇവർക്കുണ്ടായിരുന്നു. പിടിച്ചെടുത്ത കപ്പൽ ഇപ്പോൾ ഇംഗ്ലണ്ടിന്റെ തെക്കൻ തീരത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇത് റഷ്യയ്ക്ക് മേലുള്ള വലിയ പ്രഹരമാണെന്നാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും പുതിയ പ്രതിരോധ സെക്രട്ടറി ഡാൻ ജാർവിസും ഒക്കെ അവകാശപ്പെടുന്നത്. റഷ്യയുടെ ഇത്തരം ഷാഡോ ഫ്ലീറ്റ് കപ്പലുകൾ, നിഴൽ വ്യൂഹ കപ്പലുകൾ പിടിച്ചെടുക്കാൻ കഴിഞ്ഞ മാർച്ചിൽ തന്നെ പ്രധാനമന്ത്രി കീർ സ്റ്റാമർ നിയമം പാസാക്കിയിരുന്നു. ഇതുവരെ 600ഓളം കപ്പലുകൾക്കാണ് ബ്രിട്ടൻ ഉപരോധം ഏർപ്പെടുത്തിയത്. എന്നാൽ എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്നൊരു സൈനിക നീക്കം നടത്തി കപ്പൽ പിടിച്ചെടുത്തത്? ഉത്തരം ലളിതമാണ്. ബ്രിട്ടന്റെ ആഭ്യന്തര രാഷ്ട്രീയം കത്തുകയാണ്. പ്രതിരോധ ഫണ്ടിലെ വലിയ കുറവുകളെ തുടർന്ന് മുൻ പ്രതിരോധ സെക്രട്ടറി ജോൺ ഹീലി രാജിവെച്ചത് വെറും ദിവസങ്ങൾക്ക് മുൻപാണ്. ആഭ്യന്തരമായി തകർന്നടിഞ്ഞ സർക്കാരിന്റെ മുഖം രക്ഷിക്കാനും തങ്ങൾക്ക് ഇപ്പോഴും സൈനിക ശേഷിയുണ്ടെന്ന് സ്വന്തം ജനതയെ കാണിക്കാനും ഒക്കെ ബ്രിട്ടൻ കണ്ടെത്തിയ ഒരു വില കുറഞ്ഞ രാഷ്ട്രീയ നാടകമാണ് ഈ കപ്പൽ പിടുത്തം. ഇതിന്റെ പിന്നിലെ വലിയൊരു ലോകരാഷ്ട്രീയം നമ്മൾ മനസ്സിലാക്കണം. യുക്രൈൻ യുദ്ധത്തിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ കൊണ്ടുവന്ന സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം റഷ്യ വളരെ വിദഗ്ധമായി മറികടന്നു. പശ്ചിമേഷ്യൻ യുദ്ധം വന്നപ്പോൾ, ഹോർമൂസ് പാത അടഞ്ഞപ്പോൾ അത് റഷ്യക്കാണ് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത്. റഷ്യയുടെ എണ്ണ വ്യാപാരം വൻതോതിൽ വർദ്ധിച്ചു. അതിലൂടെ സ്വന്തം സമ്പദ് വ്യവസ്ഥയെ കരുത്തുറ്റതാക്കി നിർത്താൻ റഷ്യക്ക് കഴിഞ്ഞു. ഇതിലെ നിരാശയും ദേഷ്യവുമാണ് ഇത്തരം കയ്യേറ്റങ്ങളിലേക്ക് ബ്രിട്ടനെ നയിക്കുന്നത്. എന്നാൽ ഇതൊരു വലിയ പ്രകോപനമാണ്. രാജ്യാന്തര സമുദ്രപാതയായിട്ടുള്ള ഇംഗ്ലീഷ് ചാനലിൽ വെച്ച് വാണിജ്യ കപ്പലുകൾ ബലമായി പിടിച്ചെടുക്കുന്നതിലൂടെ തെറ്റായ ഒരു ആഗോള കീഴ്വഴക്കമാണ് ബ്രിട്ടൻ സൃഷ്ടിക്കുന്നത്. ലോകത്തിലെ ഒരു വൻ ശക്തിയായിട്ടുള്ള റഷ്യ ഇതിന് തക്കതായ മറുപടി നൽകിയാൽ അത് മുഴുവൻ പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഊർജ്ജ വിതരണത്തെയും സമുദ്ര ഗതാഗതത്തെയും സാരമായി ബാധിക്കും. ചുരുക്കത്തിൽ, ഉപരോധങ്ങൾ കൊണ്ട് തോൽപ്പിക്കാൻ കഴിയാത്ത റഷ്യയെ പ്രകോപിപ്പിച്ച് ഒരു വലിയ സംഘർഷത്തിലേക്ക് ലോകത്തിനെ തള്ളിവിടാനാണ് പാശ്ചാത്യർ ശ്രമിക്കുന്നത്. തങ്ങളുടെ സ്വന്തം ഭരണപരാജയങ്ങൾ മറയ്ക്കാൻ ബ്രിട്ടൻ തുറന്നുവിട്ടിരിക്കുന്നത് വലിയൊരു ആഗോള പ്രതിസന്ധിയാണ്. ഇത്തരം പ്രകോപനങ്ങൾക്ക് റഷ്യ എന്ത് മറുപടി നൽകുമെന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകം. ഈ പാശ്ചാത്യ അഹങ്കാരത്തിന് ഒരുപക്ഷെ വലിയ വില കൊടുക്കേണ്ടി വന്നേക്കാം. ന്യൂസ് ഡെസ്ക് മലയാളം.